ഹലോ ഗൈസ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് വേറെ ഒന്നും തന്നെയുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനാണ് കേട്ടോ കാണിച്ചിരുന്നത്. ഈ ഒരു പെട്ടിക്കകത്താണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്കുകളെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത്രയും ലിപ്സ്റ്റിക് ഉണ്ടെന്ന് അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് തന്നെ മനസ്സിലായത്. ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് നോക്കിയാലോ. ഫസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് ഡാസ്ലറിൻ്റെ ആണ്. DLC042 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. അതുപോലെ തന്നെ ഡസ്കി സ്കിന്നുകാർക്കൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലിപ്സിന് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, നല്ലൊരു മാറ്റ് ഫിനിഷിങ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഹൈഡ്രേഷനും കിട്ടും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു ഷെയ്ഡാണ്. എൻ്റെ സ്കിന്നിന് നല്ലോണം മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത്. അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് മാർസിൻ്റെ അൾട്രാ പിഗ്മെൻറ്റഡ് ക്രീമി മാറ്റ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. 09 ബോളിവുഡ് സർപ്രൈസ് എന്നാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമ്മുടെ ഡസ്കി സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ലിപ്സ് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, നല്ലൊരു മാറ്റ് ഫിനിഷിങ് കിട്ടും. നമ്മളെ സ്കിന്നിന് ഒന്നും കൂടി ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഷെയ്ഡ് കൂടിയാണ് കേട്ടോ ഈ ഒരു ബോളിവുഡ് സർപ്രൈസ് എന്ന് പറയുന്ന ഷെയ്ഡ്. അടുത്ത ലിപ്സ്റ്റിക്ക് എഗെയിൻ മാർസിൻ്റെ തന്നെയാണ്. മാർസിൻ്റെ അൾട്രാ പിഗ്മെൻറ്റഡ് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഷെയ്ഡ് വന്നിട്ട് 02 ഡസ്റ്റി സൂംബ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. ഇത് നമ്മളെ ഡസ്കി സ്കിന്നുകാർക്ക് നന്നായിട്ട് ചേരുന്ന ഒരു കോംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇതൊരു പിങ്കിഷ് ബ്രൗൺ കളറായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. സ്കിന്ന് ഒരുപാട് വാഷ് ഔട്ട് ചെയ്യുന്നില്ല, എന്നാലും നമ്മുടെ സ്കിന്നിന് മാച്ചായിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതും അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ഇൻറ്റൻസ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ചോക്ലേറ്റ് സ്വിൽ എന്നാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. ഒരു പിങ്കിഷ് ബ്രൗൺ കളറായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഫേസിന് ഒരുപാട് വാഷ് ഔട്ട് ചെയ്യുന്നില്ല, ലിപ്സിന് ഒരുപാട് ഡ്രൈ ആക്കുന്നതില്ല, നല്ലൊരു മാറ്റ് ഫിനിഷിങ് കിട്ടുന്നുണ്ട്. സോ എൻ്റെ ഫേസിന് ഇത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വലിയ രീതിയിൽ വാഷ് ഔട്ട് ചെയ്യുന്നില്ല, എന്തായാലും കുഴപ്പമില്ലാത്ത ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മറ്റൊരു ഷെയ്ഡ് വരുന്നത്. ബാക്കി ലിപ്സ്റ്റിക് എല്ലാം ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ.